ഗൈസ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ചാനൽ മിച്ചു മുഫീസ് വ്ലോഗ്. അപ്പോൾ നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഒരു വ്ലോഗ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാറിൽ കയറി ഓട്ടോയിലാണ് ഇങ്ങോട്ട് വന്നത് കാർ എടുക്കാൻ വേണ്ടി. കാർ വേറെ സ്ഥലത്ത് കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കാറിൽ ഇരുന്നിട്ടാണ് നോമ്പ് തുറക്കുന്നത്. അപ്പം നോമ്പ് തുറക്കാനായിട്ട് ഇനി കുറച്ച് മിനിറ്റുള്ളൂ. മുപ്പത് വിടുന്ന ആകെ കാണിക്കുന്നത് എത്ര മിനിറ്റാണ്. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ഡ്രസ്സ് എടുക്കാൻ പോവും. ഇനി ഉമ്മച്ചിക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും എടുത്ത് ഉമ്മച്ചിക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല. അപ്പൊ നമ്മള് ഉമ്മച്ചിക്ക് ഡ്രസ്സ് എടുക്കാൻ പോവും. അപ്പൊ ഗൈസ് ഇത് 28ാമത്തെ നോമ്പാണ്. 28ാമത്തെ നോമ്പാണ്. അപ്പൊ നമ്മള് അത് കാറിൽ ഇരുന്നിട്ടാണ് നോമ്പ് തുറക്കുന്നത്. കാറിന് ചെറിയ ഒരു ട്രബിൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ വൈപ്പറിന്റെ വേണ്ടി വർക്ക്ഷോപ്പിൽ ഇട്ടേച്ചാണ്. ഇതിന്റെ ട്രബിൾ മാറ്റിയിട്ടില്ല, വൈപ്പറിന്റെ. ഇപ്പൊ AC-ന്റെ ട്രബിള് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടി അപ്പൊ അത് കഴിഞ്ഞിട്ട് കാർ അവിടെ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മ ഓട്ടോക്ക് ഇങ്ങോട്ട് അതെല്ലാം കേട്ട് അങ്ങനെയൊന്നും പറയണ്ടാത്ത ഇവിടെ. അപ്പൊ നമ്മള് ഇപ്പൊ എവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇനി 10 മിനിറ്റ് ഉണ്ട്. കറക്റ്റ് 6:26 എനിക്കും മുഫ്താക്കൊക്കെ എന്താ നോമ്പാണ്, ഉമ്മച്ചിക്കും അവച്ചിക്കും നോമ്പാണ്, എല്ലാവർക്കും നോമ്പാണ്. ഞാൻ ഡ്രസ്സ് എടുത്ത്, എനിക്ക് മുഫ്താക്കാൻ ഡ്രസ്സ് എടുത്ത്. ഇപ്പോഴത്തെ ട്രെൻഡാണെന്ന് പറഞ്ഞിട്ട് ശരാരയാണ് എടുത്തത്. പക്ഷെ നമ്മൾ നോക്കിയപ്പോ പിന്നെ എല്ലാ കടയിലും, ഈ ലോകത്തുള്ള എല്ലാ കടയിലും ആ ഡ്രസ്സ് മാത്രം, അത് നമ്മുടെ കളർ മാത്രമേ കിടക്കാൻ. ഞങ്ങളുടെ രണ്ടുപേരുടെയും കളർ തന്നെയാണ് അവിടെ കിടക്കാൻ. എല്ലാ കടയിലും ഉണ്ട് ഗൈസ്. നമ്മൾ ആദ്യം പോയെടുത്ത് അത് ഇനിയിപ്പോ മാറ്റിയെടുക്കാനൊന്നും പറ്റൂല. നോമ്പ് കഴിഞ്ഞ് പെരുന്നാളായി. അപ്പൊ പിന്നെ നോക്കിയപ്പോ അതെല്ലാം അവിടുത്തെ ഉണ്ട്. ഇനിയിപ്പൊ ഉമ്മച്ചിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് ഇപ്പൊ പോകുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് ചെരുപ്പൊന്നും എടുത്തിട്ടില്ല, അതിനും കൂടിയാണ് വേണ്ടി പോണത്. അപ്പൊ നമ്മള് ഇത് ഇവിടെ സൈഡിൽ കിടന്ന് കമന്ററി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഊമയാണെന്ന് നിങ്ങളെല്ലാരും വിചാരിക്കാനല്ല, ഉസ്താക്ക് മിണ്ടാൻ മടിയാണ്, ഇൻട്രോവേർട്ടാണ് അല്ലേ? ഇവിടെ വീഡിയോയില് മാത്രം ഇൻട്രോവേർട്ടാണ്. ഭയങ്കര നല്ല കുട്ടി. അതെ തന്നെ. അപ്പോൾ ഗൈസ് നമുക്കിനി നോമ്പ് തുറക്കാൻ നേരത്തെ കാണാം. ഗൈസ് നിങ്ങളെല്ലാവരും എന്താ എടുത്തതെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മളെടുത്തത് തന്നെയാണോ നിങ്ങളെടുത്തത് അറിയില്ല. അപ്പോൾ നമ്മളെല്ലാവരും, ഞാൻ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ ഡ്രസ്സ് കാണിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കടപ്പുറത്തേക്കാണ് പോകുന്നത്. ബാങ്ക് വിളിക്കണം കേൾക്കാൻ പറ്റൂലല്ലോ, ചില്ല് പറഞ്ഞിട്ടാലേ. വാപ്സിന്റെ ഫോണില് പോവാൻ കൊടുക്കൂലേ? മുപ്പത്തഞ്ച്. കുത്തിക്കേറ്റ് നമ്മൾ നോമ്പ് പറഞ്ഞു. ഞാൻ മര്യാദക്ക് നേരത്തെ കുരു കളയാൻ പറഞ്ഞതാണ്, അപ്പൊ കളഞ്ഞില്ല. നമ്മൾ ഇവിടെ റോഡോ കയറിയിട്ടാണ് പോകാൻ പോണത്. അപ്പൊ നമ്മളിവിടെ കിടക്കണേന്ന്. ഇപ്പഴാ കുറച്ച് വെളുത്തത്.
മുഫിദാക്ക് ബുദ്ധി അൾട്ടിമേറ്റ് ആണ്. നമ്മളിവിടെ കിടക്കുകയാണ്. പറഞ്ഞ കഴിഞ്ഞപ്പോൾ എല്ലാം ക്ഷീണിച്ച്. എനിക്ക് ഭയങ്കര പേടിയാണ് ഗൈസ്, ഇപ്പോഴും പേടിയാണ്. ഇപ്പൊ നമ്മള് പെട്രോൾ പമ്പിൽ കയറിയപ്പോ അതിങ്ങനെ പോണത് കണ്ട്, അപ്പൊ അത് ഭയങ്കരമായിട്ട് ആടിയാണ് പോണത്. പിന്നെ അത് ഫ്ലൈറ്റ് ആണ്. എനിക്കത് പേടിയാണ്. എനിക്ക് വെള്ളം പേടിയാണ് ഭയങ്കര. വെള്ളം ഇരുട്ട് എല്ലാം എനിക്ക് പേടിയാണ്. മുഫ്താന്റെ അസ്തഗ്ഫിറുള്ളാഹ് ഗൈസ്, എന്തെങ്കിലും പറഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹ്, പിന്നെ സൈഡിൽ നിൽക്കണ ആൾക്ക് ഉമ്മ കൊടുക്കും. ആണ് ഈ സാധനം കണ്ട ആൾക്കാർക്കൊക്കെ ഉമ്മ കൊടുക്കും. അപ്പൊ ഗൈസ് വാപ്പിച്ച് അവിടെ എന്തോ കടിയൊക്കെ മേടിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ കടിയൊന്നുമില്ല. ആകെ നമ്മള് വീട്ടിലിരിക്കണ സിപ്പപ്പും പിന്നെ മാംഗോന്റെ ഒരു സാധനമുണ്ട്. അതൊക്കെ ആയിട്ട് കവറിലൊക്കെ ആയിട്ടാണ് വന്നിരിക്കാം. നമ്മൾ ഓട്ടോ കയറിയപ്പോഴും ഇതൊക്കെ ആയിട്ടാ വന്നത്. മുഫ്താക്ക് എന്തോ പറയാനുണ്ട്, അതുകൊണ്ട് വീഡിയോ ഓഫ് ചെയ്യാനായിട്ട് കൈ കുറേ നേരമായി അവിടെ വെക്കണത്. നമ്മളിവിടെ കിടക്കുവാണ്. ഇപ്പൊ ഉമ്മച്ചിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ അവിടെ നല്ല നല്ല ഡ്രസ്സ് കാണും. അപ്പൊ നമുക്കത് ഇഷ്ടപ്പെടും. പക്ഷെ അത് നമ്മൾ കണ്ടിങ്ങനെ വെക്കും, എന്നിട്ട് നമ്മളത് പോരും. റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല ഗൈസ് നമ്മളെടുത്ത കാര്യത്തിൽ. നമ്മ ഉറച്ചു നിക്കണം, ഒളിച്ചു നിക്കണം. വീഡിയോഗ്രാഫിയാണ് ഇപ്പൊ കണ്ടത്. നല്ലോണം ആടാനുണ്ട്. നമ്മളാണെങ്കിൽ ഇവിടെ ഏറ്റവും പുറകിലാണ്. എടുത്ത ഹലോ കൂടി ഇറങ്ങിക്കോടാ. അത് കുറച്ച് വേഗത്തിൽ വന്നാൽ നമ്മളെ ഇടിച്ച് നല്ലോണം കുറിങ്ങണ്ട്. ഇതെന്താണ് മറ്റത്തെത്തിയ കുഴപ്പമില്ല. ഇനിയിപ്പോ നീന്താ ഇവിടെ എത്തി. ഇപ്പൊ നമ്മളെ സൈഡില് രണ്ട് മാതാമക്കാരിരിക്കുന്നുണ്ട്. അവര് ഇവിടെ ചമ്മിയായിട്ടിരിക്കും. നമ്മളിവിടെ എത്തി. നമ്മളിവിടെ എത്തി. എനിക്ക് ഞാൻ ഇൻട്രോവേർട്ടാണ് ഗൈസ്. വാച്ചി കുറച്ചിട്ട് ഇറങ്ങാണ്. നോമ്പോട് ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല. ഫുഡ് കിട്ടിയില്ലെങ്കിൽ നിങ്ങളല്ലാണ്ടാവും, അതാണ്. അപ്പൊ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ മുഫ്തയും പഴംപൊരി ഇടക്ക് വെച്ച് പഴംപൊരി. അപ്പൊ ഞാനും മുഫ്തയും അത് കഴിച്ച് അത് മതിയാക്കി അവിടെ വെച്ച്. അത് കഴിഞ്ഞപ്പോ അതേ ഇപ്പൊ കട്ട്ലേറ്റ് നിറച്ചത് കഴിക്കണത്. അപ്പൊ ഗൈസ് മദാമക്കാര് ടാറ്റ വന്നില്ലെന്നും പറഞ്ഞു വിഷമമായിരുന്നു.
അവര് ആണെങ്കിൽ എത്തണേന് മുന്നേ ഇറങ്ങി ഓടലാണ്. ഞാൻ എന്ത് ചെയ്യും? നമ്മളിപ്പോ വൈപ്പിനിലെത്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈപ്പിന് ഇതാണ്. കാറി കയറി വെറുതെ ഇരിക്കാൻ മാത്രം അറിയാം. അപ്പോൾ ഗൈസ് ദേ നമ്മളിപ്പോൾ മോമോസ് മേടിച്ചേക്കാണ്. അപ്പോൾ നമ്മൾ മോമോസ് ഇവിടെ വെച്ചിട്ട് അവർ രണ്ടുപേരും ചായ കുടിക്കാനാണ്. നമുക്കിവിടെ മോമോസ് പാർസൽ മേടിച്ച് നമ്മളൊരു അലങ്കാരത്തിന് വേണ്ടിയാണ് ഈ സാധനം ഇങ്ങോട്ട് പൊട്ടിച്ചിട്ടത്. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് കാണാം. ചായ നല്ല ചായ ഗൈസ്. നമ്മൾ ഇവിടെ ജയലക്ഷ്മിയിലെത്തി. നമ്മള് ഇല്ല. അപ്പൊ നമ്മളിത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളിത് ജയലക്ഷ്മീൻ്റെ അകത്ത് എത്തി. ഉമ്മച്ചിക്ക് ഇവിടെ നിന്ന് ഡ്രസ്സ് എടുക്കാനാണ് പ്ലാൻ. ഗൈസ് ഇവിടെ കുറേ ഗൈസ് നമ്മളിത് ലിഫ്റ്റിൻ്റെ അകത്താണ്. ഇവിടെ എല്ലാവരും സെറ്റപ്പായിട്ട് നിൽക്കുവാണ്. ഞാൻ അവരെ പറഞ്ഞ് മേടിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യ കൊല്ലും. അപ്പോൾ ഗൈസ് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ് ഉള്ളത്. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് സൽവാർ സെക്ഷനിലാണ്. ഉമ്മച്ചിക്ക് അങ്ങനെയുള്ളതാണ് വേണ്ടത്. അപ്പോൾ ഗൈസ് നമുക്ക് റെഡിമെയ്ഡിൽ നിന്നൊന്നും കിട്ടിയില്ല. അപ്പം നമ്മളിത് മെറ്റീരിയൽ നോക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ താഴേക്ക് പോവാണ്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് മെറ്റീരിയൽ. അപ്പോൾ വാച്ച് അവിടെ നേരത്തെ പോയി സീറ്റ് പിടിച്ച് കണ്ടില്ലേ ഗൈസ്. വാച്ച് നേരത്തെ പോയി അവിടെ ഇരുന്നു. നമുക്ക് പോകണം. നമ്മൾ നേരത്തെ ലിഫ്റ്റിലാണ് പോയത്. ഇപ്പം സ്റ്റെയർ കേസ് ഗൈസ് നമുക്കിപ്പോൾ മുഫ്താൻ്റെ ഒറിജിനൽ സ്വഭാവം കാണാം. കാലം മാറി ഗൈസ്. എല്ലാം മാറി. അത് ഗൈസ് എനിക്ക് ഒരു 2-3 വർഷം മുന്നേ നമ്മളിവിടെ വന്നിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഇതേപോലെ തന്നെ ഉമ്മച്ചി ഇവിടെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാനും വാച്ച് അവിടെ ഇരിക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ ചായയല്ലേ കോഫീനെ കൊണ്ടുവരലും പിന്നെയും കൊണ്ടുവരുന്നത് അവർ സ്റ്റോപ്പിലാണ് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ നമ്മളത് മേടിച്ച് കുടിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. എന്നിട്ട് ഞാൻ സ്നാപ്പിൽ സ്ട്രീക്കൊക്കെ ഇട്ടായിരുന്നു. കാപ്പി വിത്ത് വാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞ് എന്നെ കസിൻസ് കളിയാക്കിയിട്ടുണ്ട് ഒരുപാട്. ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട്. എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ കളക്ഷനൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കി നടക്കാൻ സാധനമില്ല, ബാക്കിയെല്ലാം ഉണ്ട്. നമ്മൾ ഇവിടെ ഉമ്മച്ചിക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ എത്രാമത്തെ തവണയാണ് ഉമ്മച്ചിക്ക് എടുക്കാൻ വന്നതെന്ന് ഇപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. നമ്മളിത് അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഇവിടെയുള്ള കളക്ഷൻസ്. ഇതൊക്കെ കൊള്ളാം. അപ്പോൾ ഇവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ നേരെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാനുള്ള പ്ലാനിലാണ്. മുഖത്ത് നിറച്ച് ഓയിലാണ് ഗൈസ്. മറ്റന്നാൾ ഇപ്പോൾ പെരുന്നാളാണെങ്കിൽ നമുക്ക് എൻ്റെ മുഖത്ത് നിന്ന് എടുക്കാം എണ്ണ. അത്രയ്ക്ക് എണ്ണയുണ്ട്. എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്, പക്ഷെ അറിയില്ല, കുറേ എണ്ണയുണ്ട്. അപ്പോൾ നമ്മളിനി നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് പോകാനുള്ള രീതിക്കാണ് നടക്കുന്നത്. ഉമ്മച്ചിക്ക് ഇവിടെ നിന്നൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ നോക്കി വന്ന സാധനം ഇവിടെ ഇല്ല. നമ്മൾ ജയലക്ഷ്മിനോട് ടാറ്റ പറഞ്ഞ് ഫോണിയാണ് അവിടെ പോകണം. നമ്മളിനി എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഗൈസ് ഇവിടെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടുണ്ട്. പക്ഷേ മുഫ്താക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം മുഫ്താൻ്റെ ബുദ്ധി 19s-ലാണ്. ഗൈസ് നമ്മൾ തിരിച്ചു പോണേന് ഈ സാധനങ്ങളൊക്കെ കണ്ടില്ലേ, ഇതേപോലെ ഇല്ല അവിടുത്തെ ഉണ്ട്. അവിടെ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഹായ് എന്ന് പറഞ്ഞപ്പോൾ
നമുക്ക് തിരിച്ചു കയറാം. നമ്മൾ സിത്താരെ വന്നിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സൈഡ് കിട്ടിയപ്പോൾ അവിടെ മാറിയിരിക്കുവാണ്. അപ്പോൾ ചൊറിഞ്ഞുള്ളൂ. അപ്പം തന്നെ ചോർന്ന് വന്ന്. അപ്പോൾ നമ്മൾ ഉമ്മച്ചയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ പോണെയാണ്. ഇവിടെ വരിക ഡ്രസ്സ് എടുക്കാം ഒക്കെ എല്ലാം ഒരു പെട്ടെന്നായിരുന്നു. ഇവിടെ പല പല ഡ്രസ്സൊക്കെയാണ് വെച്ച് നോക്കണത്. നമ്മൾ വന്ന ഈ ടൈമിനെക്കാട്ടി കൂടുതൽ കളക്ഷൻ ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ഇനി വീട്ടിലിടാൻ ഡ്രസ്സ് എടുക്കണം. അതെടുത്തിട്ടില്ല. നമ്മൾ ഇവിടെ ഒരു ഡമ്മീൻ്റെ ഡ്രസ്സ് ഊരിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കത് വേണം. അപ്പോൾ ഗൈസ് നമ്മൾ സിത്താരേന്നും മച്ചിക്ക് ഡ്രസ്സ് എടുത്ത് അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് എല്ലാം കാണിച്ചു തരാം. ആരെടുക്കാൻ വേണ്ടി പോണേണ്. അപ്പോൾ സിത്താരേന്ന് എടുത്ത് മുഫിദാൻ്റെ സാധനം. അപ്പോൾ ഗൈസ് ഇവിടെ മുഫിദാൻ്റെ എൻ്റെ സാധനം കറക്റ്റ് മുഫിദാൻ്റെ ഷോള്. നമ്മളിത് ഇപ്പോൾ ഉമ്മച്ചിക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങി. സിത്താരേന്നാണ് കിട്ടിയത്. നമ്മൾ മെയിനായിട്ട് അവിടെ നിന്നാണ് എല്ലാം എടുക്കാറുള്ളത്. ഞങ്ങളുടെ ഡ്രസ്സ് എടുത്തത് അവിടെ നിന്നാണ്. ഇപ്പോൾ ഉമ്മച്ചീൻ്റെ ഡ്രസ്സ് എടുത്തതും അവിടെ നിന്നാണ്. ഇപ്പോൾ നമുക്ക് ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോകണം. ഞങ്ങൾക്ക് രണ്ടരക്കും വേണ്ടി അപ്പോൾ നമ്മളിത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എവിടെ നിന്നാണ് ചെരുപ്പ് എടുക്കാം അതൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഇന്നലെ നമ്മൾക്ക് അത്രയും ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോസ് വേറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടാണ്. പിന്നെ വാപ്ചിക്കും ഡ്രസ്സ് എടുക്കാനൊക്കെ പോയി. അങ്ങനെ കുറച്ച് ടയേർഡായിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വന്നത്. അതുകൊണ്ട് പിന്നെ മറന്നും പോയി എല്ലാം എടുക്കാനായിട്ട്. അപ്പോൾ ഇന്നാണ് നമ്മൾ ഡ്രസ്സൊക്കെ കാണിക്കാൻ പോകുന്നത്. ഇന്ന് പെരുന്നാരാവാണോന്നൊന്നും ഉറപ്പില്ല, എന്നാലും നോക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡ്രസ്സ് കാണിക്കാൻ പോണേ. ഇതാണ് മുഫിദാൻ്റെ ഡ്രസ്സ്. ഇതാണ് മുഫിദാൻ്റെ ഡ്രസ്സ്. ശരാരയാണ് ഇപ്പം നമ്മൾ ഇന്ന് ഈ പ്രാവശ്യം എടുത്തേക്കുന്നത്. എണ്ണയെ പൊരിച്ച മെറ്റീരിയലാണ് ഇത്. നമ്മളിതിന് അങ്ങനെയാണ് വിളിക്കുന്നത്. ഇങ്ങനെ തിളങ്ങി കളിച്ചുകൊണ്ടിരിക്കും. ഈ പ്രാവശ്യം കുറച്ച് ഓവറായിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു കല്യാണം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഓവറായിട്ട് എടുത്തേക്കുന്നത്. ഓവർ വർക്കിൻ്റെ അത്. ഇതിനെക്കാട്ടി കുറച്ചും കൂടി ഫ്ലെയർഡ് ആയിട്ടുള്ള പലാസോ ആണ് നമ്മൾ നോക്കിപ്പോയത്. പക്ഷെ കിട്ടിയത് ഇതാണ്. പിന്നെ എൻ്റെ ഈ ഒരു കളറാണ്. ഈ കളറാണ് ഞാൻ ശരിക്കും നോക്കിപ്പോയത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നമ്മൾ ഇത് തന്നെ മതി എന്നും പറഞ്ഞിട്ട് ഞാൻ ഇതാക്കിയിട്ട് ഇതെടുത്തതാണ്. ഇത് എൻ്റെ ഷോള്. ഇത് മുഫിദാക്ക് ഡ്രസ്സിന് മാച്ചായിട്ട് ഇതെടുത്ത് ഷോള് ഞങ്ങൾക്ക് രണ്ടർക്കും സെയിം ആണ്. ആദ്യം ഞാൻ വേറൊരു ഷോൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാറ്റിയിട്ട് ഈ ഷോൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വേണ്ടെന്ന് വെച്ചിട്ട് മുഫിദ എടുക്കണതിന് എനിക്ക് വേണമല്ലോ. അപ്പം നമ്മളത് വേണ്ടെന്ന് വെച്ചിട്ട് അതെടുത്ത് എൻ്റെ ഷോളും പാൻറ്റും വന്നത് ഇങ്ങനെയാണ്. പലാസോ ഇനി നമുക്ക് ഉമ്മച്ചിൻ്റെ ഡ്രസ്സ് കാണാം. ഇത് സിത്താരെ പോവാ ചെല്ലുക അപ്പത്തേനും നോക്കുക എടുക്കാം. ഇങ്ങനെയായിരുന്നു. ഉമ്മച്ചിക്ക് ഷോൾ എടുത്തിട്ടില്ല. ഷോള് ഇനി എന്തിടും ഇതാണ്. ചെരുപ്പ് കാണിക്കാനുണ്ട്. അതിന് മുന്നേ ഒരു സാധനം കാണാം. ഇത് പിസക്കുള്ള സാധനമാണിത്. പിസക്കുള്ള എന്തെന്നാണ് മാവാണ്. ഇത് കുഴച്ചിട്ട് ക്ലിങ്ങിങ് പേപ്പർ ഇട്ട് നമ്മളിങ്ങനെ ഇതാക്കി വെച്ചപ്പോൾ ഇതിങ്ങനെ പൊന്തി വന്നു. ഇങ്ങനെ പൊട്ടുവാന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും പൊട്ടിക്കാണ്ട് തിരിച്ചു പോവാം. പൊട്ടിച്ചാൽ മച്ചിനെ പൊട്ടിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ രാത്രി തന്നെ ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ചെരുപ്പ്.
അധികം ഹീൽസ് ഉള്ളതും മജ എടുത്ത് തരൂല എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഹീൽസ് ഉള്ളതാണ് ഇപ്പം ലാസ്റ്റ് എടുത്തത്. എൻ്റെ ഇതും പിന്നെ മുഫ്താൻ്റെത് ഇതും. മുഫ്ത നോക്കിപ്പോയ മോഡലെല്ലാം കിട്ടിയാന്നും പറഞ്ഞിട്ട് ഇന്നലെ രാത്രി കുറച്ച് ശമ്പള ആക്കിയത്. നോക്കിപ്പോയ മോഡലെല്ലാം കിട്ടിയത്. ഫ്ലാറ്റ് മതിയായിരുന്നു, ഹീൽസ് വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു മുഫ്ത ഇന്നലെ. പക്ഷേ ഇത് കൊള്ളാം. അപ്പോൾ ഗൈസ് ഇതെല്ലാമാണ് നമ്മുടെ ചെരുപ്പും ഡ്രസ്സും ഒക്കെ. ഇപ്പം നമ്മൾ നാളെ പെരുന്നാളാണെങ്കിൽ നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പിസ്സ ആണെങ്കിലും ഗുലാബ് ജാമുൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നാളെ പെരുന്നാളാവണം, അല്ലെങ്കിൽ ഒരു ത്രില്ല് പോവും. നാളെ ഇതേപോലെ തന്നെ ത്രില്ലടിച്ചിരിക്കണം. അത് കഴിഞ്ഞപ്പോൾ ഇനി മൈലാഞ്ചി ഇടാനുണ്ട്. നാളെ പെരുന്നാളാണെങ്കിലും അല്ലെങ്കിലും മൈലാഞ്ചി ഇടണം, കാരണം ഇനി ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഇനി മൈലാഞ്ചി ഇടണം. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ള ഈ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.